ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. വേറൊന്നും അല്ല, ചെറിയ വയ്യായികയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു വെജ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അധികം എരിവൊന്നും ഇല്ലാത്തൊരു വെജ് കട്ട്ലേറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കട്ട്ലേറ്റ്. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഒന്നും പൊതുവെ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കുന്നത്, അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിൽ ചെറുതായിട്ട് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അരിഞ്ഞ് ഒന്ന് വഴറ്റിയിടുക. ഒരുപാട് കളർ ചേഞ്ചോ അങ്ങനെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യം ഇല്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ക്യാരറ്റും കുറച്ച് പൊട്ടറ്റോ കൊണ്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലവർ പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതും ഇടാറുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാറുണ്ട്. പിന്നെ മുളക് ഇടാറുണ്ട്. പക്ഷെ ഞാൻ മുളകും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കാരണം പിള്ളേർക്ക് മുളക് കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടിക്കാനായിട്ട് പറ്റില്ല. ഞാൻ മെയിനായിട്ട് പിള്ളേരെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെജിറ്റബിൾസ് ഇത്രയും ഉടയേണ്ട ആവശ്യമില്ല. എൻ്റെ കുറച്ച് കൂടുതൽ ഉടച്ചു എനിക്കത് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരുപാട് നമ്മളിങ്ങനെ ഉടച്ചെടുക്കരുത്, കുറച്ച് കടിക്കാവുന്ന രീതിയിൽ മാത്രം ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. നമുക്കിങ്ങനെ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലിട്ട് വെക്കാനാണ്. ഒരു മുട്ട മതി. ഞാൻ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മുട്ട ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ മുട്ട അടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു 4-5 എണ്ണം ഉണ്ടാവും. 4-5 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കൂട്ടിൻ്റെ ഗ്രേവിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ഞാനിങ്ങനെ ഉരുട്ടി അതിനൊന്ന് ഷേപ്പാക്കിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, വെജിറ്റബിൾസ് കുറച്ചൊന്ന് വെന്തല്ല ഉടച്ചെടുത്തത്. മൊത്തത്തിൽ ഞാൻ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി. അത്ര പേസ്റ്റ് ആക്കണ്ട, കുറച്ച് കടിച്ചെടുക്കാവുന്ന രീതിയിലാക്കിയാൽ മതി. എന്നിട്ട് നമ്മളത് ഒരു ഷേപ്പ് വരുത്തിയിട്ട് മുട്ടയുടെ ഇതിൽ മുക്കുക. അതിന് ശേഷം ബ്രെഡിൻ്റെ ഇതിൽ മുക്കി നന്നായിട്ട് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനെല്ലാം അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് തന്നെ എല്ലാം ഒരുപോലെ തന്നെ ചെയ്തെടുത്തു. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. അതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാനുണ്ടാക്കിയ കട്ട്ലേറ്റിന് അത്ര പറയത്തക്ക ഷേപ്പുകളൊന്നുമില്ല. ഞങ്ങൾ 3 പേരും മാത്രമാണല്ലോ ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര ഷേപ്പ് നോക്കില്ല. ഷേപ്പ് വരാഞ്ഞതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഇതൊന്ന് കൂടുതൽ ഉടഞ്ഞു പോയി. അതുകൊണ്ട് ഷേപ്പ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉടയ്ക്കാതെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ഷേപ്പ് വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഷേപ്പിലല്ല കാര്യം, നമ്മൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ തന്നെ ഏകദേശം എനിക്കൊരു 9 എണ്ണം കിട്ടി. ഞങ്ങൾ 3 പേരും 3 വീതം എടുത്തു. അപ്പോൾ ഒരു 9 എണ്ണം, ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. 9 എണ്ണം ഇങ്ങനെ എല്ലാം ഞാനിങ്ങനെ മുക്കി കവർ ചെയ്ത് എടുത്തു വെച്ചു. ആദ്യം തന്നെ അതാണ് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത്. ബ്രെഡിൻ്റെ പൊടി ബാക്കി വന്നിട്ട് ഇത്രയും ബ്രെഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിലും ഞാനത് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റ് നോക്കിയാൽ അറിയാം, എൻ്റെ കട്ട്ലേറ്റ് പലതും പല ഷേപ്പാണ്. നല്ല റൗണ്ടിൽ വന്നേക്കണം, ഒരെണ്ണം പോലും ഇല്ല. അതെന്തായാലും വിജയകരമായി ഞാൻ ചെയ്തിട്ടുണ്ട്. പലതും പല ഷേപ്പ്. അപ്പം ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞു. അടുത്തതിലോട്ട് ഞാൻ പോകുന്നത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വറുത്തെടുക്കാൻ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും ഞാൻ ഒഴിക്കണില്ല, ആവശ്യത്തിന് മാത്രം. വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഒരുപാട് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും ഞാൻ ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അടിഭാഗം മാത്രം ആവാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു. അതിലോട്ട് ഓരോന്ന് എടുത്ത് വെച്ച് 2 വശവും മാറിയിട്ട് വേവിച്ചെടുക്കാം. ഒരു കളർ ചേഞ്ച് ആകുന്ന വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. തീ ഒരുപാട് കൂട്ടിയൊന്നും വെക്കേണ്ട, മീഡിയത്തിലൊക്കെ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുട്ടൂസ് കിടന്നുറങ്ങാണ്ട്. അവൾ രാവിലെ ട്യൂഷൻ പോലെ എണീറ്റത് കൊണ്ട് അവൾക്ക് നല്ല ഉറക്കക്ഷീണം. അപ്പം ഞാൻ വിളിച്ചില്ല. കുഞ്ഞു ഉറങ്ങിയിട്ടൊന്നുമില്ല, കുഞ്ഞു അപ്പുറത്തുണ്ട്. ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അത് കാരണം
ഉറങ്ങിയിട്ടൊന്നുമില്ല, അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെജ് കട്ട്ലേറ്റ് അല്ലേ, എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അമ്മ ഉണ്ടാക്കുന്നു പറഞ്ഞു. പക്ഷെ ഉണ്ടാക്കിയിട്ട് അവസാനം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞു? ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുഞ്ഞുവിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയാണ്. എൻ്റെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് ഞാൻ നീക്കി 1-2 ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കളർ ചേഞ്ച് ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അതനുസരിച്ച് നമ്മൾ എടുത്ത് കോരി എടുക്കുന്നുണ്ട്. അത്യാവശ്യം കാണുന്ന പോലെ അല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. എനിക്ക് ഇതൊക്കെ വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ എല്ലാം കട്ട്ലേറ്റൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ കുഞ്ഞുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്, പക്ഷേ അതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല, അത് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിള്ളേർ സോസൊക്കെ കൂട്ടി കഴിച്ചു, ഞാൻ വെറുതെ കഴിച്ചു. എന്നാലും സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.